സർ, ഞാൻ ഇപ്പോൾ ഒരു ടേം യൂസ് ചെയ്യുകയാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇന്നിപ്പം പല കോമൺ മാനും ഈ പേര് അറിയാം. എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി? അത് ഡയബറ്റിസുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ്? പിന്നെ അതിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മൾ കാഴ്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇൻ്റർവീൻ ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഈ കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് സാറിനൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു അഡൽട്ടിന് കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വർഷങ്ങൾ കൊണ്ടാണ് ഒരു കാഴ്ചയെ അഫക്റ്റ് ചെയ്യുന്ന ലെവലിൽ വരുന്നത്. അത് ടൈപ്പ് 1 വരാം, ടൈപ്പ് 2 വരാം. ടൈപ്പ് 1 ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. ടൈപ്പ് 2 ഏത് സമയത്തും വരാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ടൈപ്പ് 2 പറ്റി പറയുകയാണ്. അപ്പോൾ ആരംഭം മുതലേ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് നമ്മളുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫണ്ടസ് എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലെന്ന് പറയാൻ കഴിയും. ഡയബറ്റിസ് തുടങ്ങുന്ന ആദ്യ വർഷം മുതൽ തന്നെ ഇത് ചെയ്യണം. ഈ റെറ്റിനോപ്പതി ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ, എത്ര നാളായിട്ട് ഡയബറ്റീസ് ഉണ്ടോ അത്രയും കൂടുതൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്, എത്ര നിങ്ങളുടെ ഷുഗർ അൺകൺട്രോൾഡ് ആണോ അത്രയും നിങ്ങൾക്ക് ഡയബറ്റീസ് റെറ്റിനോപ്പതി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഷുഗർ ഒരുപാട് ഹൈ ആവുന്നു, 400 ഷുഗറിലൊക്കെ പോകുന്നു, നിങ്ങൾ ഇൻസുലിൻ കൊടുക്കുന്നു, പെട്ടെന്ന് നിങ്ങൾ ഷുഗർ കുറയ്ക്കുന്നു. പെട്ടെന്ന് ഷുഗർ കുറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ വേറൊരു കാര്യമാണ്. ചിലതരം മരുന്നുകൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഒന്ന് ഇപ്പോൾ പറയുന്ന ഈ GLP അഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുതുതായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. വിശേഷിച്ചും നിങ്ങൾ വളരെ ഹൈ ഷുഗർ ആയിരിക്കുന്നതിനെ ഇൻസുലിൻ കൊണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവാം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ റെറ്റിനയിൽ മാത്രം കാണുന്ന വളരെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ആരംഭ സ്റ്റേജിലൊന്നും അതിനൊന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക. ഇത് വേറൊരു ഇഷ്യൂ ആണ്. ആൾക്കാർ ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണമെന്ന് ചോദിക്കും. എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റിനും കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണം. കാര്യം കൊളസ്ട്രോളിനുള്ള മരുന്ന് ഈ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ മരുന്നാണ് കഴിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള മരുന്നാണത്. അതിൻ്റെ കഴിക്കുന്നത് ഹാർട്ടിൻ്റെ അസുഖം വരാതിരിക്കാനും റെറ്റിനോപ്പതി വരാതിരിക്കാനും കിഡ്നിയുടെ അസുഖം വരാതിരിക്കാനും ഒക്കെയാണ്. അല്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻറ്റിന് ഇത്തരം മരുന്നുകൾ ആവശ്യമാണ്. റെറ്റിനോപ്പതി ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാഴ്ച കൂടുതൽ മോശമാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉള്ള കാഴ്ചയെ സംരക്ഷിക്കാൻ ഒക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. അല്ലാതെ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിൽ കൂടെയോ സർജറി കൂടെയോ കംപ്ലീറ്റ് നമുക്ക് റെറ്റിനോപ്പതി തിരിച്ചുകൊണ്ട് വരാൻ കഴിയില്ല. അപ്പോൾ റെറ്റിനോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുക്കുന്ന പ്രിക്കോഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, ഷുഗർ കൂടാതിരിക്കുക, പ്രോപ്പർ മെഡിസിൻസ് കഴിക്കുക. ഇപ്പോഴത്തെ പുതിയ മരുന്നുകളൊക്കെ ഈ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പുതിയ മരുന്നുകൾക്കൊക്കെ ഈ റെറ്റിനോപ്പതിയെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ളത് എന്നാണ് വച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഈ GLP അഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതുതായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് റെറ്റിനോപ്പതി പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. നിയോവാസ്കുലറൈസേഷൻ, പുതിയ വെസൽ അതിനകത്തുണ്ടാകുന്ന പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ എസെൻഷ്യലി നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. പ്രോപ്പർ മെഡിക്കേഷൻസ് ഉപയോഗിക്കുക, നല്ലപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ. സാർ, ഇതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ഒരു കാര്യം, ഈ റെറ്റിന ഇൻവോൾവ് ആകുമ്പം കിഡ്നിയും യൂഷ്വലി ഇൻവോൾവ് ആയിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. അതും രണ്ടും ഒരുമിച്ച് അങ്ങനെ എപ്പോഴും കാണും സാർ? ഇപ്പോൾ ഒരു റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻറ്റിന് മിക്കവർക്കും കിഡ്നിക്കുള്ള ഡാമേജ് കാണും. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനെ പറ്റി പറഞ്ഞാൽ ചെറിയ ബ്ലഡ് വെസലിനെ എഫക്റ്റ് ചെയ്യുന്നതും വലിയ ബ്ലഡ് വെസലിനെ എഫക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഇതുണ്ട്. ഈ ചെറിയ ബ്ലഡ് വെസലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കിഡ്നിയിൽ അസുഖം ഉണ്ടാകുക അല്ലെങ്കിൽ റെറ്റിനോപ്പതി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എപ്പോഴും പേഷ്യൻറ്റിന് കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിലും മിക്കവാറും കണ്ണിൽ അത് ബാധിച്ചിട്ടുണ്ടാകും. കണ്ണിൽ ഇതുള്ളവർക്ക് മിക്കവാറും റെറ്റിനയിലും ഇതുണ്ടാവും, അല്ല കിഡ്നിയിലും ഇതുണ്ടാവും. അപ്പോൾ ഈ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഒരേപോലത്തെ മെഡിസിൻസ് കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് നമ്മളെ ടാർഗറ്റ് ഒന്നാണ്, ബ്ലഡ് ഷുഗർ നമ്മൾ നിർത്തുന്ന ലെവൽ ഒന്നാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകൾ ഒന്നാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏതാണ്ട് ഒരേപോലെയാണ്.